നമസ്കാരം. ബിൽ ക്ലിൻ്റൺ അമേരിക്കയുടെ രാഷ്ട്രപതിയായിരുന്ന കാലത്ത് അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയൊരു പേരായിരുന്നു മോണിക്ക ലെവിൻസ്കി. അപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയത്തിനെ സംബന്ധിച്ച് മോണിക്ക ലെവിൻസ്കിയുമായിട്ടുള്ള വഴിവിട്ട ബന്ധം കാരണം അതിനെ സംബന്ധിച്ച് ബിൽ ക്ലിൻ്റൺ കള്ളം പറഞ്ഞു തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ കാരണം ആഭ്യന്തര രാഷ്ട്രീയം ആകെ കലങ്ങി മറിഞ്ഞൊരവസ്ഥ തന്നെ അമേരിക്കയിലുണ്ടായിരുന്നു, മോണിക്ക എന്നുള്ളൊരു പേര് കാരണം. ഇപ്പോൾ അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെ മാത്രമല്ല, ഒരു ഭൗമരാഷ്ട്രീയ നിലപാടുകളെ തന്നെ പിടിച്ചു കുലുക്കുന്ന ഒരു പേരായി വീണ്ടും മോണിക്ക ഉയർന്നു വന്നിരിക്കുകയാണ്. പക്ഷേ ഇത് മോണിക്ക ലെവിൻസ്കി അല്ല, മോണിക്ക എൽഫ്രഡി വിറ്റ് എന്നൊരു യുവതിയാണ്. അപ്പോൾ ഈ യുവതി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുവതി അമേരിക്കയിലെ വായുസേനയുടെ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യമേ തന്നെ പറയാം, ഈ യുവതിയുടെ ഒരു ഭൂതകാലം സംബന്ധിച്ചുള്ള പല വിവരങ്ങളും പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ ലഭ്യമായത് വളരെ സംശയാസ്പദകരമായിട്ടുള്ള രീതിയിലാണ്. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ വരാം. എന്നാലും സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ സംബന്ധിച്ച് പറയുന്നത്, എൽ പാസോ ടെക്സാസിൽ ജനിച്ച് ഒരു തകർന്ന കുടുംബത്തിലെ അമ്മയുടെ ഒപ്പം ജീവിച്ച് അമ്മയുടെ മരണശേഷം അധികം കഴിയും മുമ്പ് 1997 അമേരിക്കൻ വായുസേനയിൽ ഉദ്യോഗസ്ഥയായി ചേർന്ന് അതിൽ പടിപടിയായി ഉയർന്ന്, എന്നാൽ 2008 അവശേഷിക്കുന്ന ബന്ധുക്കളുമായുള്ളൊരു ബന്ധം തന്നെ പൂർണ്ണമായും വിച്ഛേദിച്ച് 2011 അവരുടെ സാമ്പത്തിക നില ഏതാണ്ട് പൂർണ്ണമായി തകരുന്ന ഒരവസ്ഥയിലെത്തി. ഫാൾസ് ചർച്ച് വെർജീനിയയിലെ ഒരു അത്ര അഭിലഷണീയമല്ലാത്തൊരു വാസഗ്രഹത്തിലേക്ക്, അതായത് ഒരു കൂട്ടം വാസഗ്രഹങ്ങളുണ്ട് ഈ ഗവൺമെൻറ് സബ്സിഡൈസ് ചെയ്ത് നിർമ്മിക്കുന്ന, വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന, എന്നാൽ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു ഹൗസിംഗ് കോംപ്ലക്സ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനെ പലയിടങ്ങളിലും ന്യൂയോർക്കിൽ പോലുള്ള സ്ഥലങ്ങളിൽ അതിനെ പ്രൊജക്ട്സ് എന്ന് പറയും, ഇവിടെ അതിനെ ഹൗസിംഗ് പ്രൊജക്ട്സ് എന്ന്, അങ്ങനെ പല ഒരു സബ്സിഡൈസ്ഡ് ഹൗസിംഗ് എന്ന് പൊതുവെ പറയും. അത്തരത്തിലൊരു താമസ സ്ഥലത്തേക്ക് ഇവർ താമസം മാറി. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു പശ്ചാത്തലമുള്ളത്. എന്നാൽ ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ഈ വായുസേനയിൽ ജോലിക്ക് ചേർന്ന മോണിക്ക എൽഫ്രഡി വിറ്റ് എന്ന യുവതി പടിപടിയായി ഉയർന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ അവരുടെ US എയർഫോഴ്സിലെ ടെക്നിക്കൽ സാർജൻറ്റ് വരെയായിട്ട് അവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടി. അതിനിടയിൽ തന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവർ CIA ശ്രദ്ധയിൽപ്പെടുകയും CIA ഒരു ഏജൻറ്റായി ഇവരെ പരിശീലിപ്പിച്ചെടുക്കുവാൻ ആ ഏജൻസി മുതിരുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൃത്യമായി കൊടുക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നാടകമായിരുന്നു ഈ സാമ്പത്തികമായ തകർച്ചയും ബന്ധുക്കളുമായുള്ള അകൽച്ചയും എന്നുള്ളത് സംശയാസ്പദമാണ്. ഇപ്പോഴും പലരും ഉന്നയിക്കുന്ന ഒരു സംശയമാണ്. അല്ലെങ്കിൽ ഇവരുടെ മാനസിക നിലയ്ക്കുണ്ടായ പരിവർത്തനങ്ങളായിരിക്കാം. ഈ CIA ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് ഒരു വളരെ രൂക്ഷമായ ട്രെയിനിങ്ങാണ്. ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കാവുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് ഒരു ഡീപ്പ് അണ്ടർ കവർ ഏജൻറ്റുകൾക്ക് CIA പോലുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്നത്. ഒരു പക്ഷേ അതാകാം. പക്ഷേ അത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് ഒരു പക്ഷേ നാടകമായിരുന്നിരിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 2011 ഈ സാമ്പത്തിക നില തകർന്ന ഒരവസ്ഥയിലെത്തി എന്ന് പറയുന്ന ഇവർ 2012 പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തുകയും അവിടെ വിവിധ സർവകലാശാലകളിൽ പഠനത്തിന് ചേരുകയും ആ സമയത്ത് ഒരു ഇറാനിയൻ പൗരനുമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം എന്ന് പറയുന്നത് ശരിയല്ല, ഒരു ഇറാനിയൻ ഇൻ്റലിജൻസ് ഓഫീസറാണ്, മാഷെ ഹെഷ്മി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന, കൃത്യമായിട്ടുള്ള പേരാണോ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പേരാണോ അത് എന്നത് സംബന്ധിച്ചും വിവരങ്ങൾ ലഭ്യമല്ല. മാഷെ ഹെഷ്മി എന്ന ലോകമറിയുന്ന ഒരു വ്യക്തിയുമായി പരിചയപ്പെടുകയും ഇറാനിയൻ പൗരത്വമുള്ള ആ വ്യക്തിയുമായി അവർ വളരെയധികം അടുപ്പത്തിലാവുകയും അതേ തുടർന്ന് അവരുടെ മനോഭാവങ്ങളിൽ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാവുകയും അവർ ഇസ്ലാം മതത്തിലേക്ക് കൂടുതൽ അടുക്കുകയും ഒടുവിൽ ഇസ്ലാം മതം സ്വീകരിച്ച് 2013 ഇറാനിലേക്ക് ഒളിച്ചോടുകയും ചെയ്തു. പക്ഷേ ഇത്രയും ഒരു സാധാരണ അമേരിക്കൻ പൗരൻ ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിൽ ആകൃഷ്ടയായി അവരങ്ങോട്ടേക്ക് പോയി. പക്ഷേ ഈ മാഷെ ഹെഷ്മി എന്ന് അറിയപ്പെടുന്ന വ്യക്തി ഒരു ഇറാനിയൻ ഇൻ്റലിജൻസ് ഏജൻ്റാണ് എന്നുള്ള സംശയം ഇപ്പോഴാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ലോകത്തിന് മുൻപിൽ അറിയിക്കുന്നത്. 2013 മുതൽ ഇവരൊരു അപകടകാരിയായിട്ടുള്ള ഒരു അഭയാർത്ഥിയാണ്, ഫ്യൂജിറ്റീവാണ്, അല്ലെങ്കിൽ കുറ്റവാളിയാണ്
രക്ഷപ്പെട്ടോടിയ കുറ്റവാളിയാണ് എന്നുള്ള തരത്തിലുള്ള നോട്ടീസുകൾ അമേരിക്കൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരുടെ പേരിലുള്ള അന്വേഷണങ്ങൾ രഹസ്യമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ FBI ഇവരെ കാര്യക്ഷമമായി തിരയുന്നുമുണ്ട്. കാര്യക്ഷമമായി തിരയുന്നതിനൊപ്പം തന്നെ പല കാര്യങ്ങളും പല വിവരങ്ങളും പൊതുമണ്ഡലങ്ങളിൽ നിന്ന് ഇവരെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ മറച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഇവരുടെ മറ്റൊരു മുഖം വെളിവാകുന്നത്. കാരണം ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥ എന്നൊരു പദവി ഇവർ ഒരു 2011 2008 ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക നില മോശമാകുന്ന ആ ഒരു അവസ്ഥയുടെ ഇടയിൽ എപ്പോഴോ എയർഫോഴ്സിൽ നിന്നിവർ പുറത്തെത്തി. അത് സ്വയം വിരമിച്ചതാണെന്ന് പറയുന്നു, പുറത്താക്കിയതാണെന്ന് മറ്റൊരു വശമുണ്ട്. എന്നാൽ വിരമിച്ചതാണ് എന്നുള്ളൊരു കഥയ്ക്കാണ് ഇപ്പോൾ പ്രസക്തി, അല്ലെങ്കിൽ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്ന പരക്കെ അംഗീകരിക്കപ്പെട്ടൊരു കഥ. അപ്പോൾ എയർഫോഴ്സിൽ നിന്ന് പുറത്തെത്തിയതിനു ശേഷം ഇവരുടെ ഒരു റെസ്യൂമേ ഉണ്ട്. റെസ്യൂമേയിൽ ഇവരെക്കുറിച്ച് സ്വയം ഇവർ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നത് ഡിഫൻസ് കോൺട്രാക്ടർ എന്നാണ്. ഈ അമേരിക്കയുടെ കാര്യത്തിൽ ഈ ഡിഫൻസ് കോൺട്രാക്ടർ എന്ന് പറയുന്നത്, പ്രൈവറ്റ് ഡിഫൻസ് കോൺട്രാക്ടർ എന്നത് വളരെ ഒരു വിശാലമായിട്ടുള്ളൊരു പദപ്രയോഗമാണ്. ആ പദപ്രയോഗത്തിൻ്റെ കീഴിൽ പലതും വരും. പ്രത്യേകിച്ച് CIA പോലുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ചാരപ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കുന്ന ഏജൻറ്റുമാർ. അപ്പോൾ അതിനെ ഹ്യൂമിറ്റ് എന്ന് പറയും, ഹ്യൂമൻ ഇൻ്റലിജൻസ്. ഈ ഇൻ്റലിജൻസ്, ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ ശേഖരിക്കുന്നത് 3 ശാഖകളായിട്ടാണ്. ഒന്ന് ഹ്യൂമൻ ഇൻ്റലിജൻസ്, ഒന്ന് സിഗ്നൽ ഇൻ്റലിജൻസ്, ഒന്ന് ഇമേജ് ഇൻ്റലിജൻസ്. ആദ്യകാലങ്ങളിൽ ഹ്യൂമൻ ഇൻ്റലിജൻസും സിഗ്നൽ ഇൻ്റലിജൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹ്യൂമിൻറ്റും സിഗിൻറ്റും. ഇപ്പോൾ അതിനെ ഒന്നും കൂടി വികസിപ്പിച്ച് ഇമേജ് ഇൻ്റലിജൻസ് എന്നുള്ള ഒരു ഇമേജൻറ്റ് എന്നുള്ളൊരു വിഭാഗവും കൂടിയുണ്ട്, ഒരു അവാന്തര വിഭാഗവും കൂടിയുണ്ട്. അതിൽ ഈ ഹ്യൂമൻ വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണ് മോണിക്ക വിറ്റ്. ഇത് സ്ഥിരീകരിക്കപ്പെട്ട വിവരമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അമേരിക്കയിലെ എയർഫോഴ്സിൻ്റെ പ്രവർത്തന മേഖലകളിലെന്ന് മാത്രമാണ് പറയപ്പെടുന്നതെങ്കിൽ പോലും അമേരിക്കയുടെ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന, അതായത് രഹസ്യ വിവരങ്ങൾ സംബന്ധിച്ച് സീക്രട്ട്, ടോപ്പ് സീക്രട്ട്, ഈ 2 തലത്തിലുള്ള, ആദ്യം സീക്രട്ട് പിന്നെ ടോപ്പ് സീക്രട്ട് തലത്തിലുള്ള ആക്സസ് ഉണ്ടായിരുന്നു. അതായത് ഈ രഹസ്യ വിവരങ്ങൾ പരിശോധിക്കുവാനും അതേ സംബന്ധിച്ച് അറിവ് നേടുവാനും ഉള്ള അധികാരം അല്ലെങ്കിൽ അവകാശം അവർക്കുണ്ടായിരുന്നു. ഈ അമേരിക്കയിൽ ഈ ആക്സസ് എന്ന് പറയുന്ന, ഈ സെക്യൂരിറ്റി ആക്സസ് എന്ന് പറയും ഇതിന്, അതിനാദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഒരു ആക്സസ് അത് സാധാരണക്കാർക്ക് കൊടുക്കുന്ന, ഒരു ഗവൺമെൻറ് കോൺട്രാക്ടറായിട്ട് അമേരിക്കൻ സർക്കാരുമായിട്ടൊരു കരാറിലേർപ്പെട്ട് അമേരിക്കയുടെ സർക്കാരിന് വേണ്ടി എന്ത് ജോലി ചെയ്യുന്നവർക്കും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളൊരു സർവ്വസാധാരണമായിട്ടുള്ളൊരു ക്ലിയറൻസ് കിട്ടും. അതിന് തൊട്ടുമുകളിലുള്ള ഒന്നാണ് ഈ സീക്രട്ട് ആക്സസ്. അതിന് മുകളിലാണ് ടോപ്പ് സീക്രട്ട്. അതിന് മുകളിലേക്ക് പോളിഗ്രാഫ് അങ്ങനെ ഒരു ഉയർന്ന തലത്തിലേക്ക് പോകും. പക്ഷേ ഈ ടോപ്പ് സീക്രട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം, പ്രത്യേകിച്ച് ഈ മറ്റ് രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അമേരിക്കൻ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ടോപ്പ് സീക്രട്ട് ആക്സസ് ഉണ്ടെങ്കിൽ അതൊരു കുറച്ച് ഉയർന്ന തലത്തിലുള്ള ഒരു ആക്സസ് ആണ്. കാരണം അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കില്ല. ആ വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർത്തുന്ന സംശയം. അല്ലെങ്കിൽ മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികൾ, മൊസാദ് ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ മോണിക്ക വിറ്റിനെ സംബന്ധിച്ച് ഉയർത്തുന്ന സംശയങ്ങൾ. കാരണം ഈ എയർഫോഴ്സിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാത്രമാണെങ്കിൽ തന്നെ പ്രശ്നമാണ്. കാരണം ഇറാൻ്റെ മേൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന യുദ്ധത്തിനിടയിൽ അമേരിക്കൻ എയർഫോഴ്സിൻ്റെ വിവിധ ആസ്ഥാനങ്ങൾ ഗൾഫ് മേഖലയിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അവിടെയെല്ലാം എന്തെല്ലാം തരത്തിലുള്ള ആയുധങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, എത്ര ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഈ ടോപ്പ് സീക്രട്ട് ആക്സസിൽ ഒരു വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അത് തന്നെ പ്രശ്നമാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ഇവർ CIA ഏജൻ്റ് ആയിരുന്നെങ്കിൽ ഗൾഫ് മേഖലയിൽ CIA എത്രത്തോളം രഹസ്യ ഏജൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് ആരൊക്കെയാണ് അവരുടെ അസറ്റുകളായി, അസറ്റ് എന്ന് പറയുന്നത് ഒരു CIA ഏജൻറ്റ്, ഇപ്പോൾ ഞാനൊരു CIA ഏജൻ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്നിട്ട്, ഇപ്പോൾ പാകിസ്ഥാനിൽ ചെന്നിട്ട് അവിടുത്തെ കുറേ ആളുകളെ എൻ്റെ ആൾക്കാരായി മാറ്റി, അല്ലെങ്കിൽ എനിക്ക് വിവരങ്ങൾ തരുവാനുള്ള ആളുകളായി മാറ്റി അവരെ ഒരു അസറ്റ്സായിട്ട് നമ്മൾ
കണക്കാക്കപ്പെടുന്നത്. അതിനെയാണ് ഈ അസറ്റ്സ് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ സാധാരണ പറയുന്നത്. അത്തരത്തിലുള്ള അസറ്റുകൾ ആരൊക്കെയാണ് തുടങ്ങിയ നിരവധി വിവരങ്ങൾ മോണിക്ക വിറ്റിൻ്റെ കയ്യിലുണ്ട് എന്ന് മൊസാദ് ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ഇനി കുറച്ചുകൂടി അപകടകരമായൊരു തരത്തിലേക്ക് ഈ മോണിക്കയുടെ പലായനം, ഇറാനിലേക്കുള്ള പലായനം നീങ്ങുന്നത് മൊസാദിൻ്റെയും IDF-ൻ്റെയും ഒക്കെ മറ്റൊരു സംശയത്തിൽ നിന്നാണ്. കാരണം ഇപ്പോൾ ഇറാൻ പലയിടങ്ങളിലും അമേരിക്കൻ ആസ്ഥാനങ്ങളിലും അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളിലും ഇടയ്ക്കിടെ വിള്ളലുകൾ വീഴ്ത്തുന്നുണ്ട്. തന്നെയുമല്ല, ചില കൃത്യമായ ആക്രമണങ്ങളിലൂടെ അമേരിക്കൻ വിമാനങ്ങൾക്ക് അത്യാവശ്യം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കൃത്യതയോടുകൂടിയുള്ള ആക്രമണങ്ങൾ, അതിൻ്റെ ഇടവേളകൾ വളരെ വലുതാണെങ്കിലും അതിൻ്റെ കൃത്യത അത്ര കൃത്യമല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സാധാരണ രീതിയിൽ നടത്തുവാനുള്ള ശേഷി ഇറാൻ്റെ സൈന്യത്തിനില്ല, ഇറാൻ എന്ന രാജ്യത്തിന് ഇത്തരം ഒരു സൈനിക ശേഷിയുമില്ല, ആയുധശേഷിയുമില്ല. ഇത്രയും കൃത്യതയോടുകൂടി നടത്തുവാനുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ വ്യാപ്തിയും അവർക്കില്ല. പക്ഷേ ഈ മോണിക്ക വിറ്റ് എന്നൊരു വ്യക്തി ഇത്രയും അധികം വിവരങ്ങൾ അവരുടെ തലച്ചോറിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇറാനിലേക്ക് എത്തുമ്പോൾ കളി മാറും. കാരണം അവർ കൃത്യമായ വിവരങ്ങൾ, അവർക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ഇറാനെ അറിയിക്കുന്നുണ്ടോ, അത് ഈ യുദ്ധത്തിൻ്റെ ഗതിവിധികളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം മൊസാദ് ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളെ പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഹൃദ രാഷ്ട്രങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസികളുമായി പോലും കൃത്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ വിമുഖത കാണിക്കുന്നൊരു രഹസ്യാന്വേഷണ ഏജൻസിയാണ് CIA. അതിലവർ കുപ്രസിദ്ധരാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മൊസാദിന് പോലും ഇത് സംബന്ധിച്ച് പൂർണ്ണ വിവരങ്ങൾ CIA നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിലെ സൈനിക വിദഗ്ധർ പറയുന്നത്. ഔദ്യോഗികമായിട്ടല്ല, അനൗദ്യോഗികമായി അവർ പറയുന്ന വിവരങ്ങൾ ഇതാണ്. എന്നാൽ ഈ മോണിക്ക വിറ്റിൻ്റെ ഇടപെടൽ ഈ യുദ്ധത്തിൻ്റെ ഗതിവിധികളെ പൂർണ്ണമായി മാറ്റിമറിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ പല തന്ത്രങ്ങളും പുനരാവിഷ്കരിക്കേണ്ടി വരും. ഇവർ 2013 പലായനം ചെയ്തതാണെങ്കിൽ പോലും ഇവർ ഇത്രയധികം ഗൗരവമേറിയ സെക്യൂരിറ്റി ത്രെറ്റാണ്, അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണിയാണ് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ വളരെ വൈമുഖ്യത്തോടു കൂടി മാത്രമാണ് CIA പുറത്തുവിടുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഈ വിവരങ്ങൾ പുറത്തുവിട്ടതിലുള്ള താമസം സംബന്ധിച്ചുള്ള അലോസരം മൊസാദിനിടയിലും ഇസ്രായേലിനിടയിലും അമേരിക്കയെ പ്രതി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ട്രംപാണ് എന്നുള്ളതാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പക്ഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്നതിൽ ട്രംപ് സാമാന്യ ധൃതി കാണിച്ചു. പെട്ടെന്ന് 4 ദിവസം കൊണ്ട് തീർക്കണമെന്ന് പറഞ്ഞ് യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ സൈനിക വിന്യാസങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള, അതായത് മോണിക്കയ്ക്ക് അറിയാവുന്ന അസറ്റുകളെയും പ്രതിരോധ സംവിധാനങ്ങളുടെ സ്ഥാനങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തി തന്നെ ഈ ആക്രമണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരവസ്ഥയിലേക്ക് അമേരിക്കൻ സൈന്യം എത്തി. അല്ലായിരുന്നെങ്കിൽ ഇത്തരം യുദ്ധം അവിടെ പൊട്ടിപ്പുറപ്പെടുന്ന ധാരണ, അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെടുമെന്നുള്ളൊരു ധാരണ CIAക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതിന് പദ്ധതികൾ തയ്യാറാക്കുവാനുള്ള സമയം 6 മാസത്തേക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ, 6 മാസമെങ്കിലും ലഭിച്ചിരുന്നുവെങ്കിൽ ഈ മോണിക്കയ്ക്ക് അറിയാവുന്ന അസറ്റുകളെല്ലാം പുനർക്രമീകരിച്ച് അല്ലെങ്കിൽ പുനർവിന്യസിച്ച് ഈ പ്രതിരോധ സംവിധാനങ്ങൾ മോണിക്കയ്ക്ക് അറിയാവുന്ന അവയുടെ സ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണത്തിലോ ഒക്കെ കാര്യമായ മാറ്റങ്ങൾ വരുത്തി ഈ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ ഇപ്പോൾ ഉണ്ടായ ആഘാതം പോലും ഏൽക്കാത്ത തരത്തിൽ പ്രതിരോധിക്കുവാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് CIA പോലുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത്. എന്നിരുന്നാലും മൊസാദ് പറയുന്നത് കൃത്യതയോടുകൂടിയുള്ള യുദ്ധം ഓൺ ദ റണ്ണിൽ പ്ലാൻ ചെയ്യുക എന്ന് പറയും. അതായത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പദ്ധതികൾ ചിലപ്പോൾ മിന്നൽ വേഗത്തിൽ മാറ്റേണ്ടി വന്നേക്കാം. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണമെങ്കിൽ പരസ്പര സഹകരണവും പരസ്പരം ഉള്ളൊരു പൂർണ്ണമായൊരു വിശ്വാസവും സഖ്യകക്ഷികൾ തമ്മിൽ വേണം. അത് സംബന്ധിച്ചുള്ള ഒരവസരം ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിൽ, പ്രത്യേകിച്ച് മൊസാദും CIAയും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പോലെ രാജ്യങ്ങൾ തമ്മിലും ആ അവസരം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും തീരുമാനം. ഈ മോണിക്കയുടെ ഇൻപുട്സ് എന്ന് പറയും, ഇൻ്റലിജൻസ് ഇൻപുട്ടുകൾ, അതായത് രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകുന്നതിലുള്ള
രഹസ്യാന്വേഷണ വിവരങ്ങൾ അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്ന് പറയില്ലേ, ഈ ഒഴിച്ചു കൊടുത്ത രഹസ്യാന്വേഷണ വിവരങ്ങൾ അല്ലെങ്കിൽ രഹസ്യ വിവരങ്ങൾ എത്രത്തോളം ഈ യുദ്ധത്തെ സ്വാധീനിക്കുമെന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായി നമുക്കാർക്കും അറിയില്ല. പക്ഷേ ഒരുപാടൊന്നും സ്വാധീനിക്കുവാൻ സാധിക്കില്ല. പക്ഷേ ഒരു വസ്തുത നിലനിൽക്കുന്നു. ഈ അമേരിക്കയുടെ CIA അസറ്റുകളെ പലരെയും കണ്ടെത്തി കൊല്ലുവാൻ ഇറാന് സാധിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഒരു ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു തിരിച്ചടിയാവുമെന്ന് ചോദിച്ചാലില്ല. പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ അമേരിക്കയുടെ ഒരു ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഞങ്ങൾ അപ്രതിരോധ്യമായ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന അതിശക്തരാണ്, ഞങ്ങളെ അതിബലവാന്മാരാണ്, ലോകത്തെ ഏറ്റവും ശക്തന്മാർ ഞങ്ങളാണ് എന്നുള്ളൊരു പ്രതിച്ഛായയ്ക്ക് അല്പസ്വല്പം മങ്ങലേൽക്കും. ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രഹസ്യ വിവരം മോണിക്കയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ, കാരണം അമേരിക്കയ്ക്ക് കുറേയൊക്കെ അറിയാമല്ലോ ഇസ്രായേലിൻ്റെ പ്രതിരോധ സ്ഥാനങ്ങളും ഓരോ പ്രതിരോധ സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളും, ഒരു പരിധിവരെ ഒരുപാടൊന്നുമില്ലെങ്കിലും ഒരു 10 പേരുണ്ടെങ്കിൽ അതിലൊരു 1.5 ആളെയെങ്കിലും ഈ രഹസ്യാന്വേഷണത്തിനായി ഇസ്രായേൽ തരപ്പെടുത്തി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന അസറ്റുകളുടെ കാര്യത്തിൽ ഒരു 10 അസറ്റുകളുണ്ടെങ്കിൽ അതിലൊരു 1.5 അസറ്റിൻ്റെ കാര്യമെങ്കിലും അറിയാവുന്നൊരു മേഖലയിലാണ് മോണിക്ക ജോലി ചെയ്തിരുന്നത്. അതിൽ ഈ 1.5-ൽ ഒരു അരയെങ്കിലും മോണിക്കയ്ക്ക് അറിയാമെങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് കൂടുതൽ ദോഷകരമാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഈ യുദ്ധം. അതിനെ എങ്ങനെ മോണിക്കയുടെ ഇൻപുട്ടുകൾ ബാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഉയരുന്ന ആശങ്ക. എന്തായാലും മോണിക്ക ഏതൊക്കെ തരത്തിൽ അമേരിക്കയെ ഇനിയും പിടിച്ചു കുലുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇസ്രായേലിനെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളതും വരും ദിവസങ്ങളിൽ അറിയുവാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഒരു സൈനികപരമായി അത്യധികം റീച്ച് എന്ന് പറയും, അതിന് ഒരു ആക്സസ് തന്നെയെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ആ വിവരങ്ങൾ അറിയുവാനുള്ളൊരു സൗകര്യം അല്ലെങ്കിൽ അതിനുള്ളൊരു ചാലുകൾ ലഭ്യമായിട്ടുള്ള ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഈ വിവരങ്ങൾ അറിയുക എന്നുള്ളത് തന്നെ അല്പം ശ്രമകരമാണ്. എന്നിരുന്നാൽ പോലും അറിയുവാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. ലഭ്യമാവുന്ന വിവരങ്ങൾ ലഭ്യമാവുന്ന സമയത്ത് തന്നെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.